സങ്കീർണമായ നിയമങ്ങളോ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളോ ഒന്നുമില്ലാത്ത വളരെ ലളിതമായ കലാരൂപങ്ങളാണ് ഗോത്രകലകൾ. അതുപോലെ തന്നെയാണ് അവയുടെ താളവും. തുടികൊട്ടിയാണ് മംഗലം കളിക്ക് ചുവട് വെക്കുന്നത്. രണ്ടു തരം ശബ്ദത്തിൽ തുടികൾ ഉണ്ടെങ്കിലും ഒരുമിച്ച് കൊട്ടുമ്പോൾ അവയുടെ ശബ്ദം ലയിച്ച് ഒന്നാകുന്നു. ഇതിൽ തുടി എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ഒന്ന് പാണന്തുടി, പെരുന്തുടി. പെരുന്തുടി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാസ് കൊടുക്കുക എന്ന് പറയും, ഒരു സൗണ്ട് കയറ്റി കൊടുക്കുക. അതേപോലെ പിന്നെ പാണന്തുടി എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് ബേസ് കൊടുക്കുക എന്ന് പറയും. ഒരു നമ്മൾ ചെണ്ട കൊട്ടിന് വലന്തല ചെണ്ട എന്ന് പറയും. അപ്പോൾ ചെണ്ടയ്ക്ക് പകരമായിട്ടാണ് ഇവിടെ നമ്മൾ പാണന്തുടി എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുക. അതേപോലെ പെരുന്തുടി എന്ന് പറഞ്ഞ ഒരു വലന്തല എന്ന് പറയും, അതായത് ആ ബാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. കളിയുടെ എനർജി എന്ന് പറയുന്നത് പാട്ടും കൊട്ടും എന്ന് പറയും. ഈ കൊട്ടും പാട്ടും ലോ ആയി കഴിഞ്ഞാൽ കളിയും ലോ ആയി പോകും. ചെണ്ടയോടും ഇടയ്ക്കയോടുമൊക്കെ തുടിയുടെ ശബ്ദം ഉപമിക്കാം. ദീർഘകാലത്തെ പരിശീലനം ആവശ്യമായ തുടികൊട്ടൽ വളരെ അനായാസേനയാണ് കലോത്സവ വേദിയിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. തുടിക്ക് ചുറ്റുമുള്ള ചരട് വലിക്കുമ്പോൾ ശബ്ദത്തിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ മാറ്റിയും മറിച്ചുമാണ് വിവിധ ശബ്ദങ്ങളും താളങ്ങളും ഉണ്ടാക്കുന്നത്. വെറുതെ കൊട്ടുന്നതാണെങ്കിൽ ഈ ഒരു സൗണ്ടാണ് വരുന്നത്, ഒരു കന്നാസിനോട്ട് നടക്കുന്നത്. പക്ഷെ ഇത് വലിക്കുമ്പോൾ അതിൻ്റെ മൂളിച്ച് വരും. പാട്ടിനനുസരിച്ച് ഇത് വലിക്കുമ്പോൾ അതിൻ്റെതായ താളത്തിലും സ്വരത്തിലും കളി നടക്കുമ്പോൾ പാട്ടിന് ഈണം മാറും. ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇത് ടൈറ്റാവും, ഈ വക്കെല്ലാം ടൈറ്റാവും. അപ്പോൾ ഇതിൻ്റെ മൂളിച്ച് വരും. ഇതിന് രണ്ട് സൈഡ് ഓട്ടയുണ്ടാവും, ഇങ്ങോട്ട് അടിക്കുമ്പോൾ മൂളിച്ച് വരും. പരമ്പരാഗതമായി പുരുഷന്മാരാണ് തുടി കൊട്ടിയിരുന്നത്. എന്നാൽ കാലം പുരോഗമിച്ചപ്പോൾ പെൺകുട്ടികളും തുടിയും കോലും കയ്യിലെടുത്തു. തുടിയുടെ താളം മാത്രമല്ല, ചുവടുകൾക്കിടയിൽ കൈ ശരീരത്തിലടിച്ചും കളിക്കാർ താളം സൃഷ്ടിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് വായ്ത്താരികൾ. വഞ്ചിപ്പാട്ടിലോ ഞാറ്റുപാട്ടിലോ ഒന്നും കേൾക്കാത്ത തരത്തിലുള്ള വായ്ത്താരികളാണ് മംഗലം കളിക്കുള്ളത്. ചുവട് വെക്കുന്നവർക്ക് ഊർജം പകരുന്നത് ഈ വായ്ത്താരികളാണ്. കലാകാരന്മാർ മാത്രമല്ല, കാണികളും കൂടി ചേർന്ന് കളിക്കുന്ന പതിവ് മംഗലം കളിക്കുണ്ട്. അതായത് ചെറിയ ആഘോഷങ്ങളെ ഉത്സവങ്ങളാക്കുകയാണ് മംഗലം കളി എന്ന കലാരൂപത്തിലൂടെ. അവിടെ ശരീരത്തിലടിച്ചും വായ്ത്താരികൾ ചൊല്ലിയും കളിക്കാർ പുതിയ താളങ്ങൾ സൃഷ്ടിക്കുന്നു. മംഗലം കളി എന്നാൽ സർവവും താളമാണ്. തുടിത്താളത്തിനൊപ്പം കൈയും മെയ്യും ഇഴുകിച്ചേരുന്നു. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്.